മോദിയെ സദസ്സിലിരുത്തി വിഴിഞ്ഞം പദ്ധതിയുടെ കേരളത്തിന്റെ പങ്ക് അഭിമാനത്തോടെ ഉറക്കെ പ്രഖ്യാപിച്ച് പിണറായി വിജയൻ. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടനം കേരളത്തിന്റെ സ്വപ്ന സാഫല്യമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. നാടിന്റെ അഭിമാന മുഹൂർത്തമാണിത്. ഇത് കേവലം ഒരു തുറമുഖ കവാടം തുറക്കലല്ല, മൂന്നാം മിലീനിയത്തിന്റെ വികസന സാധ്യതകളിലേക്കുള്ള രാജ്യത്തിന്റെ മഹാ കവാടം തുറക്കലാണ്. ഇന്ത്യയെ സാരദേശീയ മാരിടൈം വ്യാപാര ലോജിസ്റ്റിക് ഭൂപട ശൃംഖലയിൽ കണ്ണു ചേർക്കുന്ന മഹാസംരംഭം. രാജ്യത്തിന്റെ ചരിത്രത്തിന്റെ വിസ്മൃതിയിൽ നിന്ന് വിഴിഞ്ഞത്തെ വീണ്ടെടുത്ത് നവീകരിച്ച് വികസിപ്പിച്ച് സാരദേശീയ തുറമുഖമാക്കി മാറ്റിയത് കേരളത്തിലെ LDF സർക്കാരിന്റെ ഇച്ഛാശക്തിയാണ് എന്ന് പിണറായി വിജയൻ തുറന്നു പറഞ്ഞു. നിശ്ചയദാർഢ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കവെയായിരുന്നു മുഖ്യമന്ത്രി ഇത്തരം കാര്യങ്ങൾ നരേന്ദ്രമോദിയെ സാക്ഷിയാക്കി വിളിച്ചു പറഞ്ഞു. ഒരുപാട് സവിശേഷതകളുണ്ട്. ഇതാദ്യമായാണ് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിന്റെ മുൻകൈയിൽ ഒരു ബൃഹത് തുറമുഖ നിർമ്മാണം നടക്കുന്നത്. ചെലവിന്റെ ഏറിയ ഭാഗവും കേരളമാണ് വഹിക്കുന്നത്. 8686 കോടിയിൽ 5370.86 കോടി, ബാക്കി 2497 കോടി അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് മുടക്കുന്നത്. 818 കോടിയുടെ വയബിലിറ്റി ഗ്യാപ് ഫണ്ടാണ് കേന്ദ്രം നൽകുന്നത്. ഈ തുറമുഖത്തോടെ $220 ദശലക്ഷം പ്രതിവർഷ രാഷ്ട്ര നഷ്ടം നികന്നു തുടങ്ങുകയായി. 75% കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് കാർഗോ വിദേശ തുറമുഖങ്ങളിലേക്ക് തിരിച്ചുവിടുകയായിരുന്നു ഇക്കാലം അത്രയും. ഇതോടുകൂടി അവസാനിക്കുകയാണ്. രാഷ്ട്രനഷ്ടം വലിയൊരു അളവിൽ പരിഹരിക്കാൻ കേരളത്തിന് കഴിയുന്നു എന്നത് കേരളീയർക്കാകെ അഭിമാനകരമാണെന്നും അദ്ദേഹം പറഞ്ഞു. കരാർ പ്രകാരം 2045 മാത്രമേ ഇത് പൂർത്തിയാകേണ്ടതുള്ളൂ. നമ്മൾ ഇതിന് കാത്തുനിന്നില്ല. 2024 തന്നെ കൊമേഴ്സ്യൽ ഓപ്പറേഷൻ ആരംഭിച്ചു. മദർഷിപ്പിനെ സ്വീകരിച്ചു. തുടർന്ന് ഇങ്ങോട്ട് 250-ലേറെ കപ്പലുകൾ വിഴിഞ്ഞത്ത് നങ്കൂരം വിട്ടു. ഇപ്പോഴിതാ ഒന്നാം ഘട്ടം പതിറ്റാണ്ട് മുമ്പ് പൂർത്തിയാക്കി കമ്മീഷൻ ചെയ്യുന്നു. 2028 ഇതിന്റെ എല്ലാ ഘട്ടങ്ങളും പൂർത്തിയാകും. ഒരുപാട് പ്രതികൂല ഘടകങ്ങൾ ഉണ്ടായി. മഹാപ്രളയം, ഇതര പ്രകൃതിക്ഷോഭങ്ങൾ, കോവിഡ് അടക്കമുള്ള മഹാവ്യാധികൾ എന്നിവയൊക്കെ സമ്പദ്ഘടനയെ ഉലച്ചു. എന്നാൽ കേരളം അവിടെ തളർന്നു നിന്നില്ല. നിർമ്മാണ കമ്പനിയും നല്ല രീതിയിൽ സഹകരിച്ച് മുന്നോട്ടു പോയി. 1996 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ രൂപപ്പെടുത്തിയ പദ്ധതിയാണ് ഇവിടെ യാഥാർത്ഥ്യമാകുന്നതെന്നാണ് പിണറായി വിജയൻ പറഞ്ഞത്. ഇക്കാലത്ത് അനിശ്ചിതത്വത്തിലായ പദ്ധതി പഠനത്തിനായി 2009 ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷനെ നിയോഗിച്ചു. 2010 ടെൻഡർ നടപടികളിലേക്ക് കടന്നെങ്കിലും കേന്ദ്രം ആ ഘട്ടത്തിൽ അനുമതി പോലും നിഷേധിച്ചു. തുടർന്നുള്ള ഘട്ടം പദ്ധതിക്കായുള്ള മനുഷ്യച്ചങ്ങൽ അടക്കമുള്ള പ്രക്ഷോഭങ്ങളുടേതായിരുന്നു എന്ന് പറയാനുള്ള ചങ്കുറപ്പ് ആ വേദിയിൽ തന്നെ മുഖ്യമന്ത്രി കാണിച്ചു. 2015 ഒരു കരാറുണ്ടായി. എന്നാൽ പല തലങ്ങളിലുള്ള വിമർശനങ്ങൾ അത് നേരിട്ടു. വിമർശനങ്ങളെല്ലാം നിലനിൽക്കുമ്പോഴും വിഴിഞ്ഞം പദ്ധതി നടപ്പാവുക തന്നെ വേണമെന്ന നിലപാടാണ് ഇടതുപക്ഷ സർക്കാർ കൈക്കൊണ്ടത്. വികസന കാര്യത്തിൽ രാഷ്ട്രീയ വേർതിരിവ് വേണ്ട എന്ന നയമാണ് കൈക്കൊണ്ടത്. അത് പ്രകാരമാണ് 2016 അധികാരത്തിൽ വന്നതിനെ തുടർന്നുള്ള ഘട്ടത്തിൽ ബൃഹത് തുറമുഖത്തിനായി വിഴിഞ്ഞം വളരുന്നതിനുള്ള നിലപാടുകൾ ഇടതുപക്ഷം എടുത്തത്. അതാണ് വിഴിഞ്ഞത്തെ ഇന്നത്തെ നിലയിൽ യാഥാർത്ഥ്യമാക്കി മാറ്റിയത് എന്ന അഭിമാനത്തോടെയാണ് പിണറായി വിജയൻ പറഞ്ഞത്. സ്ഥാപിത താല്പര്യക്കാർ പടർത്താൻ ശ്രമിച്ച തെറ്റിദ്ധാരണകളെ ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് അതിജീവിച്ചുവെന്നും നിയമക്കുരുക്കുകളടക്കം നീക്കിയെന്നും തീരദേശ പുനരധിവാസ ജീവനോപാധി പ്രശ്നങ്ങൾ 120 കോടി ചെലവാക്കി പരിഹരിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. അവിടുത്തെ പെൺകുട്ടികൾ ക്രെയിൻ പ്രവർത്തിപ്പിക്കുന്ന ജോലി അടക്കം ഏൽപ്പിച്ചു. തദ്ദേശീയ സ്ത്രീകൾക്കായി സ്കില്ലിംഗ് സെന്റർ തുറന്നു. ഇങ്ങനെ പ്രശ്നങ്ങൾ പരിഹരിച്ച് സങ്കടങ്ങൾക്ക് അറുതി ഉണ്ടാക്കിയാണ് സർക്കാർ നീങ്ങിയത്. 5000-ത്തിലധികം തൊഴിലവസരങ്ങളാണ് ഈ തുറമുഖത്തിന്റെ ഭാഗമായി നേരിട്ട് ലഭ്യമാകുന്നത്. കൂടുതൽ പേർക്ക് ഇത് പ്രയോജനകരമാകുന്നു എന്ന് ഉറപ്പുവരുത്തുകയാണ് കേരളത്തിന്റെ ലക്ഷ്യം. അതിനപ്പുറം ഇന്ത്യയുടെ ആകെ വികസനത്തെ ഈ തുറമുഖം വലിയ തോതിൽ ഭദ്രമാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്നും പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു.